മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വിപണി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ള റാലിയിൽ നിൽക്കുകയാണെന്ന് വേണം അനുമാനിക്കാൻ. ശക്തമായ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. കറക്ഷൻ്റെ സൂചനകളൊന്നും തരാതെയാണ് കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയും സെൻസെക്സും മുന്നേറിയത്. മുൻനിര ഓഹരികളിലെല്ലാം തന്നെ നേട്ടവും കണ്ടു. എന്തായാലും വിപണിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഹെഡ്ജിക്കറ്റീവ്സ് CEO N ഭുവനേന്ദ്രൻ ചേരുന്നു. ശ്രീ ഭുവനേന്ദ്രൻ, മാർക്കറ്റിനെ സംബന്ധിച്ച് ശക്തമായ നിലയിൽ എന്ന് തന്നെ തറപ്പിച്ച് പറയാം. ഒരുപക്ഷെ ഈ പ്രീ ഇലക്ഷൻ റാലി എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണോ? പ്രീ ഇലക്ഷൻ റാലി ആണോ എന്ന് ചോദിച്ചാൽ അതിനൊരു സമയമായില്ല എന്നാണ് എനിക്കത്. ഗ്ലോബൽ ന്യൂസ് മാർക്കറ്റ് പൊതുവെ അനുകൂലമാണ്. അതുപോലെ നമ്മുടെ GDP പുറത്തു വന്നു. മാർക്കറ്റിൻ്റെ പ്രതീക്ഷ നിലനിർത്തി, അല്ലെങ്കിൽ ചെറിയൊരു മൈനസ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ US GDP ബെറ്റർ ആയിരുന്നു. അപ്പോൾ ഗ്ലോബൽ ന്യൂസ്, ഗ്ലോബൽ മാർക്കറ്റൊക്കെ തന്നെ ബെറ്റർ സോണിലേക്ക് മൂവ് ചെയ്യുന്നു. അതിൻ്റെ റിഫ്ലക്ഷൻ ഒരു ഭാഗത്ത്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ FIs ആക്റ്റീവായി, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിലേക്ക് മൂവ് ചെയ്തു. നോർമലി ഇങ്ങനെയാണ് സംഭവിക്കുന്നത് മാർക്കറ്റിൽ. അപ്പോൾ FIs ക്യാഷ് മാർക്കറ്റിൽ 1700 crore ബൈയിങ് സൈഡിലാണ്. അപ്പോൾ FIസിൻ്റെ ആ ഒരു ഫ്ലോ തന്നെയാണ് എപ്പോഴും മാർക്കറ്റിന് റൈഡ് ചെയ്യിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും വാച്ച് ചെയ്യേണ്ട FIസിൻ്റെ ഫ്ലോ തന്നെയാണ്. ഈ ഫ്ലോ ഇന്ത്യയിലേക്ക് വന്നു. അവരുടെ സെലക്റ്റീവായിട്ടുള്ള ബൈയിങ് തന്നെയാണ്. എല്ലാ സെക്ടറിലും നമ്മൾ ആക്റ്റീവായിട്ടുള്ള ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടില്ല. സെലക്റ്റീവ് സെക്ടറിൽ ആക്റ്റീവായിട്ടുള്ളൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടു. അപ്പോൾ ആ FIസിൻ്റെ ഫ്ലോ ആണ് ഈ റൈഡിന് കാരണം. അതിൻ്റെ റീസൺ ഗ്ലോബൽ ന്യൂസുകളൊക്കെ തന്നെ പോസിറ്റീവാണ്. പിന്നെ ഇവിടെയും കുറച്ച് പോസിറ്റീവ് സോണിൽ തന്നെയാണ്. ടോട്ടൽ മൈക്രോ ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു എക്കണോമിക് സിറ്റുവേഷനിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് തന്നെ പോസിറ്റീവ് തന്നെയാണ്. ഈ തിരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം അത് ഒരുപക്ഷെ തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് ശേഷം, അല്ലെങ്കിൽ ചൊവ്വാഴ്ച, ബുധനാഴ്ച, ഈ അടുത്ത ആഴ്ച അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം 9 ഓർഡിനൻസുകൾ അവതരിപ്പിച്ചു. അതിൽ ചിലതെല്ലാം പാസ്സാക്കി. ആന്ധ്ര വിഭജനം അടക്കമുള്ള കാര്യങ്ങൾ. അതിലിനി വരാനിരിക്കുന്നത് കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളെ സംബന്ധിച്ചുള്ള ഒരു FCRA ബിൽ പ്രതീക്ഷിക്കുന്നുണ്ട്, MCX അടക്കമുള്ള ഓഹരികളിൽ. അപ്പോൾ ഈ MCX എടുത്തു ചോദിക്കാൻ കാരണം, MCX ഇപ്പോൾ കറക്ഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. പ്രത്യേകിച്ചും ഫിനാൻഷ്യൽ ടെക്നോളജീസ് ഓഫ് ഇന്ത്യ, അതിൻ്റെ മദർ കമ്പനി, അതിൻ്റെ അകത്തുള്ള 26% സ്റ്റേക്ക് FTAലിനോട് റെഡ്യൂസ് ചെയ്ത് 2% ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇവരതിന് അഗൻസ്റ്റായിട്ട് FTAലുകാർ ജിഗ്നേഷ് ഷാ, അതിൻ്റെ മുൻ പ്രൊമോട്ടർ, നൽകിയ കേസ് കോടതി തള്ളുകയും ചെയ്തു. അപ്പോൾ MCX പോലെയുള്ള ഓഹരികൾ ഇപ്പോൾ കറക്ഷൻ കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അത് അനുയോജ്യമാണോ? ഈ ബില്ല് പാസ്സാവുകയാണെങ്കിൽ MCXനെ സംബന്ധിച്ച് അത് പോസിറ്റീവാണ്. പക്ഷേ കുറച്ച് നെഗറ്റീവ് നിലനിൽക്കുന്നു. അതിൻ്റെ ഒരു കറക്ഷൻ കഴിഞ്ഞു. ഈ ബില്ല് പാസ്സാവുകയാണെങ്കിൽ ഈ കമ്പനിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഈ ഒരു കറണ്ട് ലെവലിൽ നിന്ന് ഒരു റൈഡ് നമുക്ക് ആ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. അതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്, ഈ ബില്ല് തന്നെയാണ്. അതല്ലെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ തന്നെ ആ സ്റ്റോക്ക് മൂവ് ചെയ്യാനാണ് സാധ്യത. പിന്നെ നിഫ്റ്റി 6200 മുകളിൽ സ്റ്റെബിലൈസ് ചെയ്തു എന്നുള്ളതാണ് ഒരു പോസിറ്റീവ്. അപ്പോൾ അത് ഒരു 350 ലെവലിലേക്ക്, 6350 ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ലെവലൊക്കെ തന്നെ ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ ആക്സിസ് ബാങ്കും L&T ഒക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള അതുപോലെ ഫാർമ സെക്ടറിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു അപ്പ് മൂവ് വന്നു. ആ സ്റ്റോക്കിലൊക്കെ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് സ്ട്രാറ്റജി ആയിരിക്കും നല്ലത് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. മറ്റൊന്ന്, കേരളത്തിൽ നിന്ന് ധാരാളം പേർ നിക്ഷേപിച്ചിട്ടുള്ള ഒരു ഓഹരിയാണ് NTPC, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. പക്ഷേ NTPC CERCയുടെ പുതിയ താരിഫ് നയങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞ ആഴ്ച. അതിനുശേഷം അത് തുടർച്ചയായി ഇടിയുകയുണ്ട്. അതേസമയം അത് ടാറ്റ പവറിന് ഗുണം ചെയ്തു, അഡാനി പവറിന് മോശമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും NTPCയുടെ കാര്യം, അതാണ് കേരളത്തിൽ നിന്നും ധാരാളം നിക്ഷേപകർ, ഇപ്പോഴല്ല പണ്ട് മുതലേ, ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറുപ്പം മുതലേ ഞാനിത് നമ്മുടെ ബന്ധുക്കൾ ഇത് ഹോൾഡ് ചെയ്യുന്നത് ഒരാൾക്കും റിട്ടേൺ കൊടുക്കാത്ത ഒരു സ്റ്റോക്കാണ്. എന്നും ഒരേ വിലയായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ താഴെ പോകുകയും ഫോൾ സംബന്ധിച്ച് ഏകദേശം 114 രൂപയിലേക്ക്. അത് വളരെ ഷാർപ്പായിട്ടുള്ള എക്കാലത്തെയും NTPCയുടെ ഒരു സ്ട്രാറ്റജി അല്ല. NTPC ഇല്ല, ഈ താരിഫ് കുറയ്ക്കുന്ന ഇവരെ വളരെ നെഗറ്റീവായി, ഇവരുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മളിപ്പോൾ കണ്ടു. ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. ഇപ്പോൾ കറണ്ട് ലെവലിൽ നിന്ന് ഒരു 5% കൂടി കറക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. സ്റ്റോക്ക് ഇപ്പോഴത്തെ രീതിയിൽ അക്യുമുലേറ്റ് ചെയ്ത് പോകാം. പക്ഷേ ഇതിൻ്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത്, ഈ സ്റ്റോക്കിൽ റിട്ടേൺ നൽകാൻ സാധ്യത കുറവാണ്. കാരണം ഒരു ലോ ബീറ്റ സ്റ്റോക്കാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ നല്ല സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. ആ സ്റ്റോക്കിലേക്ക് മൂവ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. അതല്ല, ഈ സ്റ്റോക്ക് ബൈയിങ് നടത്തിയ നിക്ഷേപകർ അടുത്തൊരു കറക്ഷനോട് കൂടി വീണ്ടും ആവറേജ് ചെയ്യുന്നു. കേരളത്തിൽ നിന്നുള്ള ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഒക്കെ പോലെ പഴയ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയ ആളുകളുണ്ട്. അതിപ്പോഴും മാറാതെ NTPC എന്ന് പറയുന്നത് ഒരു നാഷണൽ പ്രൈഡ് എന്നുള്ള നിലയ്ക്ക് തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആളുകളാണുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അല്പം വേദനാജനകമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് വിറ്റുമാറാൻ പറയുക എന്ന് പറയുന്നത്. ആവറേജിങ് പോസിബിൾ ആണ്. തീർച്ചയായിട്ടും ആവറേജ് ചെയ്യണം. കാരണം വിറ്റുമാറുക എന്നുള്ളത് പറയുന്നില്ല. ഈ താരിഫിലൊക്കെ മാറ്റം വരാം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും സെക്ടർ വളരെ നല്ലതാണ് എന്നുള്ളതാണ് അതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ നോർമലി ഇതിൻ്റെ മൂവ് വളരെ ലോ ബീറ്റ സ്റ്റോക്കാണ്. വളരെ ഷാർപ്പായിട്ടുള്ള മൂവ് നമ്മൾക്ക് പ്രതീക്ഷിക്കേണ്ട. ഇപ്പോഴത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് വാല്യുവേഷനാണ്. ഒരു സ്റ്റോക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യുവേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഫ്യൂച്ചർ നെഗറ്റീവ് ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു കറക്ഷനോട് കൂടി
ഹയർ വാല്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്ത നിക്ഷേപകരൊക്കെ തന്നെ ആ സ്റ്റോക്ക് ആവറേജ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയാണ് നല്ലത്. ഒരിക്കലും വിറ്റ് മാറുക എന്നുള്ളത് ഒരിക്കലും നല്ലതല്ല. ഒരു വശത്തുകൂടി ഫാർമ കമ്പനികൾ, മുൻനിര ഫാർമ കമ്പനികൾ, എല്ലാ ഫാർമ കമ്പനികളെയും അതിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. നിരവധി US FDA അപ്രൂവൽസ് നേടി മുന്നേറുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് സിപ്ല ഏറ്റവും ഒടുവിൽ അതിന് വലിയ ഷോർട്ട്സ് പോയിരുന്നു. കഴിഞ്ഞ അതിന്റെ റിസൾട്ട് മോശമായപ്പോൾ വലിയ രീതിയിൽ ഷോർട്ട് പോയിരുന്നു. ഇപ്പോൾ വീണ്ടും തിരിച്ച് മുന്നേറ്റത്തിന്റെ പാതയിലാണ്. ഡോക്ടർ റെഡ്ഡീസ്, അതുപോലെ തന്നെ സൺ ഫാർമ, അതിന് തുടരെ ദിലീപ് സാങ്വയുടെ കമ്പനിക്ക് ഇങ്ങനെ ലൈസൻസുകൾ ലഭിക്കുന്നു അമേരിക്കയിൽ നിന്നും. ഡോക്ടർ റെഡ്ഡിക്കൊക്കെ കിട്ടിയത് തന്നെയാണ് 9% ലൂപ്പിനും ലഭിച്ചു. അപ്പോൾ ഇതെല്ലാം ഇന്ത്യൻ കമ്പനികളാണ്. ഇന്ത്യൻ ഫാർമ കമ്പനികളുടെ ഒരു കരുത്ത് വീണ്ടും വിളിച്ചറിയിക്കുകയാണ്. അതേസമയം ഭൂരിഭാഗം മറ്റ് ഫാർമ കമ്പനികൾ താഴത്തുമാണ്. അപ്പോൾ ഈ മുൻനിര ഫാർമ കമ്പനികൾ ഓരോ കറക്ഷനിലും അവസരം അല്ല, അത് നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞതാണ്. എപ്പോഴും ഫ്രണ്ട് റൺ സ്റ്റോക്കിലേക്ക് തന്നെ മൂവ് ചെയ്യുന്നത്, ലൂപ്പിനാണെങ്കിൽ ഡോക്ടർ റെഡ്ഡീസ് അങ്ങനെയുള്ള സ്റ്റോക്കിലേക്ക് തന്നെ മൂവ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ആ സ്റ്റോക്കിലാണ് FISന്റെ ഇൻട്രസ്റ്റും FISന്റെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഈ സ്റ്റോക്കിലൊക്കെ തന്നെയുണ്ട്. അതുപോലെ US നിന്ന് പുതിയ ലൈസൻസ് കിട്ടുന്നു, പുതിയ മെഡിസിൻ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഫാർമ സെക്ടറിനെ സംബന്ധിച്ച് എസ്പെഷ്യലി ഫ്രണ്ട് റൺ സ്റ്റോക്കുകൾ, ആ സ്റ്റോക്കുകളിൽ ഫോക്കസ് ചെയ്യുന്നത് നന്നായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഫാർമ സെക്ടറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. പക്ഷേ ഈ വർഷം ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ഒരു സെക്ടറിൽ ഒന്ന് ഫാർമ സെക്ടർ തന്നെയായിരിക്കും. അതുപോലെ IT. ഇപ്പോൾ റുപ്പിയൊക്കെ വീക്ക് ആകുകയാണെങ്കിൽ തന്നെ, ഇപ്പോൾ ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് ഇന്ത്യയിൽ വന്നില്ലെങ്കിൽ പോലും IT സെക്ടറിനും ഫാർമ സെക്ടറിനും നെഗറ്റീവ് ഇല്ല എന്നുള്ളതാണ് ഈ ഒരു സെക്ടറിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കുറച്ച് വെയിറ്റേജ് ഈ രണ്ട് സെക്ടറിൽ കൊടുക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. നമുക്ക് റിലയൻസ് AAP വടംവലിയൊക്കെ പരിശോധിക്കാം. അതിന് മുൻപ് ഒരു ഇടവേള ആവശ്യമാണ്. ഇടവേള. മാർക്കറ്റ് വാച്ച് തുടരുന്നു. തീർച്ചയായും റിലയൻസിൻ്റെ കാര്യം തന്നെ, അത് ആം ആദ്മി പാർട്ടിയുമായിട്ടൊരു വടംവലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആം ആദ്മി പാർട്ടിയുടെ അലിഗേഷൻസ് എല്ലാം പ്രതിരോധിക്കുന്ന തരത്തിൽ റിലയൻസ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കിയിരിക്കുന്നു. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ലോണുകളിലൂടെ ആണ് നടത്തിയിരിക്കുന്നതെന്ന് പറയുന്നു. സിംഗപ്പൂരിൽ നിന്നും തങ്ങൾക്ക് മറ്റു രീതിയിലാണ് പണം വന്നത്, യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്ന് പോയ ബ്ലാക്ക് മണിയാണ് എന്ന തരത്തിലാണ് ആം ആദ്മി പാർട്ടി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ അതങ്ങനെയല്ല എന്നും ഇവർ പറയുന്നു. നമുക്കറിയാം, റിലയൻസ് വർഷങ്ങളായി നിക്ഷേപകരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇവിടെ കേരളത്തിൽ നിന്നുള്ള നിക്ഷേപകർ, പക്ഷേ ചില അനലിസ്റ്റുകളെങ്കിലും റിലയൻസിൽ നിന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവോയ്ഡ് റിലയൻസ് എന്ന് പറയുന്നുണ്ട്. അല്ല, അതിന്റെ റീസൺ ഇങ്ങനൊരു മൂവ് നടക്കുന്നതാണ്. പുതിയ മിനിസ്ട്രി എങ്ങനെ വരുന്നു. പക്ഷെ സനൽ ഒരു കാര്യം, ഏത് മിനിസ്ട്രി വന്നു കഴിഞ്ഞാലും റിലയൻസുമായി ഒരു ബന്ധമില്ലാതെ മുന്നോട്ട് പോകാറില്ല. അതിന്റെ റീസണും ഉണ്ട് അതിന്. ഇപ്പൊ നമ്മൾക്കറിയാം, ഗവൺമെന്റ് സെക്ടറിൽ എത്രയോ കമ്പനികളുണ്ട്, എല്ലാം നഷ്ടത്തിലാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പൊ റിലയൻസിന് എന്തുകൊണ്ട് ബ്ലെയിം ചെയ്യുന്നു? KG ബേസിനുള്ള ഗ്യാസ് കണ്ടുപിടിക്കുക, അത് വലിയൊരു കോസ്റ്റ്ലി അഫെയർ ആണ്. അത് ഗവൺമെന്റിന് എഫക്റ്റീവ് മാനറിൽ ചെയ്യാൻ സാധിക്കില്ല. അതൊരു സത്യം തന്നെയാണ്. ഇപ്പൊ ടാറ്റയോ ബിർളയോ അതല്ലെങ്കിൽ റിലയൻസിനോ നമ്മൾ കോർപ്പറേറ്റ് എന്നുള്ള രീതിയിൽ ഒരു എഴുതി തള്ളാൻ സാധിക്കും. ഇത് ഒരു KG ബേസിന്റെ ഇഷ്യൂ ആയിട്ടല്ലല്ലോ. റിലയൻസ് എന്ന് പറയുന്ന കോർപ്പറേറ്റിന് എഗൻസ്റ്റ് ആയിട്ടാണ് പൊളിറ്റിക്കൽ പാർട്ടികൾ, എസ്പെഷ്യലി ആം ആദ്മി പാർട്ടി മൂവ് ചെയ്യുന്നത്. അപ്പം അതിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാകാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ കോർപ്പറേറ്റ് കമ്പനികളിലും ഗവൺമെൻറ് പാർട്ടിസിപ്പേഷൻ പോലെയാണ് 30% ടാക്സ്. ഇപ്പോൾ റിലയൻസ് 10,000 crore പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്താൽ അതിൻ്റെ 3,000 crore ടാക്സ് ആയിട്ട് ഗവൺമെൻറ്റിന് കിട്ടുന്നു. എത്രയോ ആളുകൾക്ക് ജോലി ലഭിക്കുന്നു. പിന്നെ ഗവൺമെൻറ് കുറച്ചുകൂടെ ഇതിൻ്റെ ക്ലാരിറ്റി കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. എന്തെങ്കിലും വഴിവിട്ട, ഇപ്പോൾ ഗ്യാസ് പ്രൈസ് ഹൈക്ക് വരുന്നു, അങ്ങനെ എന്തെങ്കിലും വഴിവിട്ട തീരുമാനങ്ങൾ ഉണ്ടായോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു കാര്യത്തിൽ സംശയമില്ല, ഏത് ഭരണകൂടം അധികാരത്തിൽ വന്നെങ്കിലും ഇത്തരം കോർപ്പറേറ്റുകൾ, ഞാൻ റിലയൻസ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല, ഇത്തരം കോർപ്പറേറ്റുകളുമായിട്ട് ഉറ്റബന്ധം പുലർത്തിയാണ് അത് അവർ മുന്നോട്ട് പോയിരിക്കുന്നത്. പക്ഷേ ഫണ്ടിങ് മുതലായ കാര്യങ്ങളിൽ സഹായിക്കുന്നുണ്ടാവും. അല്ല, ചോദ്യം അത് നമ്മുടെ പരിധിക്ക് പുറത്തായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കുന്നില്ല. പക്ഷേ എന്തു തന്നെയായാലും റിലയൻസ് ആസ് എ സ്റ്റോക്ക്, അത് ഒരു സ്ക്രിപ്പ് എന്നുള്ള നിലയ്ക്ക് അത് ഇപ്പോൾ നിക്ഷേപകർ അതിലെന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഇതൊരു അവസരമാക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ താഴ്ന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 760 ആണ് ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ ആയിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ ലെവലിലേക്ക് സ്റ്റോക്ക് വരികയാണെങ്കിൽ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ ഇന്ത്യയിലെ തന്നെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അതുകൊണ്ട് ആ സ്റ്റോക്കിൽ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ്. കാരണം ഈ റൈഡിലും ഒന്നും ഈ സ്റ്റോക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റുന്നവരും അതല്ലെങ്കിൽ ഫെയർ വാല്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ച് റിലയൻസ് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്.
2-3 വർഷം മുൻപ് ICICI ബാങ്കിൽ ഇതുപോലെ ഒരു അലിഗേഷൻ വന്ന് അതന്ന് വലിയ രീതിയിൽ ഇടിഞ്ഞിരുന്നു. പക്ഷെ അത് ശക്തമായി തിരിച്ചു വന്നു, അതിശക്തമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. അങ്ങനെ ഒരു അലിഗേഷൻ അന്നൊരു വലിയ ഹ്യൂജ് വിഡ്രോവൽ വന്നു. അങ്ങനെ ഒരു അലിഗേഷൻ ഒന്നും റിലയൻസിന് അഗൻസ്റ്റ് ആയിട്ട് നിലനിൽക്കുന്നില്ല സനൽ. ആരോപണങ്ങൾ മാത്രമാണ്. അത് തെളിയിക്കേണ്ടത് ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾക്കറിയാം കെജ്രിവാൾ ഇതിനു മുമ്പ് വളരെയധികം ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിൻ്റെയൊക്കെ നിയമസാധുത, അതിൻ്റെ ക്ലാരിറ്റിയൊക്കെ ആവശ്യമാണല്ലോ. പിന്നെ ഇലക്ഷനോട് അടുപ്പിച്ച് ഇങ്ങനെയുള്ള പല ആരോപണങ്ങൾ വരും. അത് റിലയൻസ് എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുക. സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റും പിന്നെ പുതിയ ഗവൺമെൻറ് വരുന്നു, അതിൻ്റെ പോളിസികളൊക്കെ ആ ഗവൺമെൻറ് തീരുമാനിക്കും. എന്തായാലും ആം ആദ്മി എന്ന് പറയുന്ന ഡൽഹി ഭരണത്തിൽ വന്നതുകൊണ്ട് ചെറിയ രീതിയിലെങ്കിലും ഇവരുടെ ആരോപണങ്ങൾ മാർക്കറ്റിനെ ചെറിയ രീതിയിലെങ്കിലും അത് എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് VT ചെറിയാൻ്റെ ചോദ്യത്തിലേക്ക് കിടക്കാം. അദ്ദേഹം ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. 2 ഇമെയിലുകൾ മുൻപ് അയച്ചിരുന്നു. ഷോർട്ട് ടൈം ഗെയിൻ ടാറ്റ സ്റ്റീലിനും ടാറ്റ മോട്ടോഴ്സിലുമായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. 2 ഓഹരികളും ക്ലോസ്ലി വാച്ച് ചെയ്യാനാണ് ഭുവനേന്ദ്രൻ പറഞ്ഞിരുന്നത്. പക്ഷേ I didn't sell it. So please give an advice about selling rate and the buying rate. My average buying rate is 345 for each share and total number of shares will be 400 each എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ടാറ്റ സ്റ്റീലിന് ഒരു നെഗറ്റീവ് നിലനിൽക്കുന്നു സനൽ. ചൈനയിൽ വന്ന ഡാറ്റ വളരെ മോശമാണ്. ഹൗസിംഗ് സെക്ടറിൽ ചെറിയൊരു സെറ്റ് ബാക്ക് വരുന്നു. ഇതൊക്കെ സ്റ്റീൽ ഡിമാൻഡ് കുറയ്ക്കാനുള്ള സാധ്യത. അതാണ് ടാറ്റ സ്റ്റീലിൽ ഒരു സെൽ ഓഫ്. അത് ഷോർട്ട് ടൈം ഒരു ഇമ്പാക്റ്റ് മാത്രമേ ക്രിയേറ്റ് ചെയ്യുള്ളൂ. 336 ആണ് ഇമ്മീഡിയറ്റ് ടാറ്റ സ്റ്റീലിൽ വരാവുന്ന ഒരു സപ്പോർട്ട്. ഈ 36 വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. ആ 36 ബ്രേക്ക് ചെയ്ത് ട്രേഡ് താഴേക്ക് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബൈ അവോയ്ഡ് ചെയ്യുക. 306 ലെവൽ വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു 310 ആവറേജ് 336 ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ 310 ലെവലിൽ നമുക്ക് വീണ്ടും ആ സ്റ്റോക്കിൽ എക്സ്പോഷർ അഡ്വൈസബിൾ ആണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 336 ഒരു സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യാനാണ് സാധ്യത. അതുപോലെ തന്നെയാണ് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് പെട്ടെന്നൊരു കയറി. അതെ, അവർ നല്ലൊരു മൂവാണ്. കാരണം സെയിൽസ് ഇംപ്രൂവ് ചെയ്യുന്നു. ടോട്ടലി മാനേജ്മെൻറ്റ് വളരെ ക്ലാരിറ്റി. ഗ്ലോബൽ കമ്പനി 390 to 374 2 സപ്പോർട്ട് ലെവലാണ്. 440 ലെവൽ വരുമ്പോൾ അദ്ദേഹത്തിന് എനിക്കൊന്ന് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ 440 അദ്ദേഹത്തിന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. കറക്ഷനുള്ള സാധ്യത കൂടുതൽ. ഒരു ലിസ്റ്റും കൂടി തന്നിട്ടുണ്ട്. അതിൽ ചില ഒഴിവാക്കാവുന്ന ഓഹരികൾ അതിൻ്റെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വായിച്ച് സമയം കളയുന്നില്ല. അതെല്ലാം ഗുണമില്ലാത്ത സ്റ്റോക്കുകളാണ് അദ്ദേഹം മുകളിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മറ്റ് ചില ഓഹരികൾ ഓൾസോ പ്ലീസ് മെൻഷൻ ദി ബൈയിങ് റേറ്റ്സ് ഓഫ് ദി ഫോളോയിങ് ഷെയർസ് എന്ന് പറഞ്ഞ് കുറച്ച് തന്നിട്ടുണ്ട്. ഏഷ്യൻ പെയിന്റ്സ്, നമ്മുടെ എവർഗ്രീൻ സ്റ്റോക്ക്, ഫെഡറൽ ബാങ്ക്, സൺഫാർമ അഡ്വാൻസ് റിസർച്ച് കമ്പനി, സ്പാർക്ക്, വൊക്കാർഡ് ഫാർമ, മറ്റൊന്ന് സൂര്യ ഫാർമ. അത് ബിലോ 1 രൂപ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക്. ഓക്കെ, അദ്ദേഹത്തിന് ഇടയ്ക്ക് അതാണ് മുകളിൽ കുറെ ഗുണമില്ലാത്ത സ്റ്റോക്കുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നേരെ അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റോക്കുകളിൽ പിന്നെ സെലാൻ എക്സ്പ്ലോറേഷൻ, എസ്കോട്ട്സ്, ഇതിലിപ്പോൾ വൊക്കാർഡും സൂര്യയും ഒഴിച്ച് ബാക്കി രണ്ടും വളരെ ക്ലാരിറ്റി ഉള്ള കമ്പനികളായിട്ടല്ലേ. സെലാൻ എക്സ്പ്ലോറേഷൻ 435 386 2 സപ്പോർട്ട് ലെവലാണ്. 497 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. സ്റ്റോക്ക് ഫണ്ടമെന്റലി സൗണ്ട് ആണ്. സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ദെൻ ഏഷ്യൻ പെയിന്റ്സ് 460 429. മാർക്കറ്റിൽ കറക്ഷൻ വരികയാണെങ്കിൽ 429 ലെവലിലേക്ക് വരാം. അതല്ലാത്ത സാഹചര്യത്തിൽ 460 ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. 502 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഫെഡറൽ ബാങ്ക് 72 and 67. മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരുന്ന ഒന്നായിരിക്കും. ഫെഡറൽ ബാങ്ക് 72 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. ദെൻ 67 അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ. ഈ 2 ലെവലും ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ബൈയിങ് ലെവൽ തന്നെയാണ്. 84 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അടുത്തത് സൺ ഫാർമയാണ്. 616 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. ദെൻ 595. ഈ 2 സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 660 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സ്പാർക്കാണ് 156 145. ലോങ് ടൈം വ്യൂവിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 176 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ സൂര്യ ഫാർമ ബിലോ 1 രൂപ ട്രേഡ് ചെയ്യുന്നതാണ്. അതുപോലെ എസ്കോട്ട്സ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ കോൾ അദ്ദേഹം എടുക്കുന്നതായിരിക്കും നല്ലത്. ദെൻ എസ്കോട്ട്സ് ആണ് 109 99 ലെവൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് നിക്ഷേപകർക്കും ഈ സ്റ്റോക്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 126 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. വളരെ നല്ല പോർട്ട്ഫോളിയോ ആണ് എല്ലാം തന്നെ. പിന്നെ എന്താണ് കോൾ കൊടുത്തത്? അല്ല, വോക്കാർഡ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വോക്കാർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. പക്ഷെ കുറച്ച് റിസ്ക് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും ഫാർമ സെക്ടർ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒട്ടനവധി ഫാർമ സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. അപ്പോൾ വോക്കാർഡ് ഇദ്ദേഹം ബൈങ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാൻ ഇത്രയും റിസ്ക്. നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ലൂപ്പിൻ, സൺഫാർമ, അതുപോലെ ഡോക്ടർ റെഡ്ഡീസ് തുടങ്ങിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി വളരെ മികച്ച കമ്പനികൾ അത് താഴ്ന്ന നിലവാരത്തിലേക്ക് തിരികെ വരികയാണെങ്കിൽ അത് എടുക്കുക. കറക്ഷന് വാങ്ങാവുന്നതല്ലേ ഉള്ളൂ. അത് ചോദിച്ചപ്പോൾ നേരത്തെ ടാറ്റ മോട്ടോഴ്സിന്റെ കാര്യം സൂചിപ്പിച്ചപ്പോൾ ചോദിക്കേണ്ട പ്രസക്തമായൊരു ചോദ്യമുണ്ട്.
ടാറ്റ മോട്ടോഴ്സ് വെള്ളിയാഴ്ച മുന്നേറി, മാരുതി മറുവശത്ത് ഇടിയുകയും ചെയ്തു. മാരുതിയെ സംബന്ധിച്ച് അതിൻ്റെ റിസൾട്ട് ഈസ് ഗുഡ്, എല്ലാം പക്കായാണ്, ഒരു പ്രശ്നവുമില്ലാത്ത കമ്പനിയാണ്. പക്ഷേ ഗുജറാത്തിലുള്ള അവരുടെ പ്ലാന്റ് സുസുക്കി ഓൺ ചെയ്യും. സുസുക്കിയുടെ ഉടമസ്ഥാവകാശമായിരിക്കും ഇവർക്ക്. മാരുതി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മാരുതിക്ക് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭാവിയിൽ ഈ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മാരുതിക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ റോളേ ഉള്ളോ എന്ന് സംശയമാണ് റിലയൻസ് മ്യൂച്വൽ ഫണ്ട് ഉൾപ്പെടെയുള്ള മ്യൂച്വൽ ഫണ്ടുകളും മറ്റ് മൈനോറിറ്റി സ്റ്റേക്ക് ഷെയർ ഹോൾഡേഴ്സും ഉന്നയിക്കുന്നത്. അത് കോടതിയിലെത്തി. കോടതി അതിന് അവർക്ക് നോട്ടീസ് അയച്ച് നിൽക്കുന്നു. ഓഹരി വിപണി ഇവർ നൽകിയ മറുപടിയിൽ ഓഹരി ഉടമകൾ, ലാർജ് സ്കെയിൽ ഓഹരി ഉടമകൾ അത്ര സംതൃപ്തരല്ല എന്ന് തോന്നിക്കുന്നു വെള്ളിയാഴ്ചത്തെ ഇടിവ് കണ്ടപ്പോൾ. അത് മാരുതിയുടെ ഒരു ഭാവി എന്താണ്? സ്റ്റോക്ക് മാരുതിയുടെ ഫ്യൂച്ചർ വളരെ സേഫ് ആണ്, യാതൊരു സംശയവും കാര്യത്തിലില്ല. ഈ കറക്ഷൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് സുസുക്കി ഓൺ ചെയ്യുന്നോ ഡിസ്ട്രിബ്യൂഷൻ മാത്രമോ അതിനുള്ള ക്ലാരിറ്റി ലാസ്റ്റ് റിസൾട്ടിൽ നൽകിയതാണ്. ഇൻവെസ്റ്റേഴ്സിന്റെ തീരുമാനം എന്ന് പറയുന്നത് മാരുതി എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ വളരെ നല്ല ഓട്ടോമൊബൈൽ കമ്പനികളിൽ ഒന്നാണ്. ഇങ്ങനെയുള്ള നെഗറ്റീവ് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് 1,480 എന്ന് പറയുന്ന ലെവൽ ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യാന്നുള്ള സ്ട്രാറ്റജിയാണ്. ഇതൊക്കെ ഒരു ഷോർട്ട് ടൈം ഇമ്പാക്റ്റ് മാത്രമേ ഈ സ്റ്റോക്കിൽ ക്രിയേറ്റ് ചെയ്യുള്ളൂ. എന്തായാലും ഇതിനൊരു ക്ലാരിറ്റി ലഭിക്കും. ഈ സ്റ്റോക്ക് വീണ്ടും തിരിച്ച് മുന്നേറാൻ തന്നെയാണ് സാധ്യത. 550 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അതാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. ദെൻ 1360 ആ ലെവലിലേക്ക് ഇപ്പോഴത്തെ ഈ ഒരു സെൽ ഓഫ് വരാൻ സാധ്യത. ഇത്തരം വാർത്തകൾ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഒക്കെ ഇഷ്യൂ ആണ് ഇവിടെ ഉയർന്നു വരുന്നത്. അപ്പോൾ മാരുതി പോലെ ഒരു കമ്പനി അത്തരം കാര്യങ്ങൾക്ക് മുതിരുമ്പോൾ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നല്ല സ്റ്റേക്ക് ഉള്ള ഒരു കമ്പനിയാണ്. അവർ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഒരു ചെറിയ മോശമായിട്ടുള്ള ഒരു ഇമേജ്, ഒരു ഡെന്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അത് ബാസ്ക്കറ്റ് സെല്ലിംഗ് നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബാസ്ക്കറ്റ് സെല്ലിംഗ് നടത്തിയാൽ ഇപ്പോൾ പറയുന്ന 1480 ഒന്നും നിൽക്കുമോ? അതിലും താഴെ അങ്ങനെ ഒരു വലിയൊരു കോർപ്പറേറ്റ് ഗവേണൻസിന്റെ അത്ര ഒരു നെഗറ്റീവ് ഒരു ഇല്ല ഇതിനകത്ത്. എന്തായാലും മാരുതി അതിന് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി നൽകും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല വളരെ നല്ല സെയിൽസ്, പുതിയ കാറ് നല്ല ഓട്ടോ ഗിയർ അതൊക്കെ വളരെ നല്ല സെയിൽസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റോക്ക് സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ്. കറക്ഷൻ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക. 1360 വരെ ഒരു ഡ്രാസ്റ്റിക് സെല്ലിംഗ് വരികയാണെങ്കിൽ വരാം. മാർക്കറ്റ് നെഗറ്റീവ് ആകുന്നു, ഈ സ്റ്റോക്കിൽ സെല്ലിംഗ് വരികയാണ്. ചുറ്റുമുള്ള നോയ്സുകൾ ശ്രദ്ധിക്കാതെ ഇനിയും താഴെ വരുമെന്നുള്ളതൊന്നും കേൾക്കാതെ അത് വാങ്ങുക. പക്ഷേ 360ലേക്ക് ഇമ്മീഡിയറ്റ് വരാനുള്ള സാധ്യത കുറവാണ്. 1480 ആണ് ഇമ്മീഡിയറ്റ് വരാൻ സപ്പോർട്ട്. ആ ലെവൽ 1500 ലെവൽ തന്നെ അക്യുമുലേറ്റ് ചെയ്ത് തുടങ്ങാം ഈ സ്റ്റോക്ക്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തയാഴ്ച ഉണ്ടാവും. ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടനുബന്ധിച്ചൊരു വോളറ്റാലിറ്റി സാധാരണ കാണാറുണ്ട്. ചിലപ്പോൾ 100 പോയിന്റ് നിഫ്റ്റി കയറും, അല്ലെങ്കിൽ 100 പോയിന്റ് ഇറങ്ങും. അങ്ങനെയുള്ള എന്ത് സാധ്യതകളാണ്? അതിൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജി ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോഴത്തെ ഒരു വ്യക്തമായ ക്ലാരിറ്റി ഇല്ല. വോളറ്റിലിറ്റി ഉണ്ടാകും എന്നല്ലാതെ എന്തെങ്കിലും ഒരു മേജർ ന്യൂസിനെ മാർക്കറ്റ് ഇത്രയും കയറി നിൽക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പ്രതീക്ഷിച്ചാണല്ലോ ഇത് കയറി നിൽക്കുന്നത്. അതിന്റെ പേരിൽ ചിലപ്പോൾ ഒരു താഴേക്ക് ഷാർപ്പ് സെൽ ഓഫിനുള്ള സാധ്യത കുറവാണ്. എന്തായാലും ഇപ്പോഴത്തെ നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്ന ഈ ലെവൽ കുറച്ചൊരു ക്രൂഷ്യൽ ലെവലാണ്. 6300 എന്ന് പറയുന്ന ഒരു ലെവൽ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അനദർ ഒരു 50 പോയിന്റ്സിന്റെ അപ്സൈഡ്. എന്തായാലും റിസ്കി ഏരിയയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റ് പൊസിഷൻസ് ഒന്ന് ഓഫ്ലോഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. കാരണം L&Tയിലും ആക്സിസ് ബാങ്കിലും ICICI ബാങ്ക് അങ്ങനെ പല സ്റ്റോക്കിൽ BHELൊക്കെ തന്നെ വളരെ നല്ല റിട്ടേൺ 15-20% റിട്ടേൺ നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. അതുപോലെ ടാറ്റ സ്റ്റീലിലൊക്കെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിച്ചിരിക്കുന്നു. ഫാർമ സെക്ടർ നല്ല റിട്ടേൺ നൽകിയിരിക്കുന്നു. അപ്പോൾ പ്രോഫിറ്റ് പൊസിഷൻ ചെറിയ രീതിയിലെങ്കിലും 1-2 സ്റ്റേജ് ആയിട്ട് എക്സിറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. 6300 ലെവൽ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത വീണ്ടും കുറവാണ്. അതിന് മുകളിലേക്ക് വന്നാൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ 200 മുകളിൽ മാർക്കറ്റ് ഒരു റിസ്കി ഏരിയയിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു 50% പ്രോഫിറ്റ് പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ നന്നായിരിക്കും. കാരണം എന്തായാലും മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി നമ്മൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കോഷ്യസ് അപ്രോച്ച് തന്നെയാണ് മാർക്കറ്റിൽ നല്ലത്. നന്ദി ശ്രീ ഭുവനേന്ദ്രൻ. മാർക്കറ്റിനെ സംബന്ധിച്ച് ശക്തമായി തന്നെ നിൽക്കുന്നു. തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ അടുത്തയാഴ്ചയോ ഏത് നിമിഷവും ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾ വരും. വിവിധ ഘട്ടങ്ങളിലായുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടനുബന്ധിച്ച് തീർച്ചയായും മാർക്കറ്റിൽ ഒരു ചാഞ്ചാട്ട സ്വഭാവം കാണിക്കും. അങ്ങനെ കാണിച്ചിട്ടുണ്ട് മുൻപ്. പക്ഷേ അത് ഇപ്പോൾ മുൻപ് സൂചിപ്പിച്ച പോലെ മുൻനിര ഓഹരികൾ L&T, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയവയെല്ലാം ഇപ്പോൾ നേട്ടത്തിൽ നിൽക്കുന്നു. ആ നേട്ടത്തിൽ നിന്നും അത് ഇടിഞ്ഞു വരികയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിൽക്കുന്നവർ അത് ഓഫ്ലോഡ് ചെയ്ത് നിൽക്കുക, പണവുമായി കാത്തിരിക്കുക. വീണ്ടും ഇതേ ഓഹരികൾ തന്നെ, ഈ ആക്സിസ് ബാങ്ക്, L&T,
ICC ബാങ്ക് തുടങ്ങിയ ഓഹരികൾ, നേരത്തെ നമ്മൾ പറഞ്ഞ ഫാർമ കമ്പനികളായിട്ടുള്ള ലൂപ്പിൻ, സൺഫാർമ, ഡോക്ടർ റെഡ്ഡീസ്, സിപ്ല തുടങ്ങിയ ഓഹരികൾ അവയും താഴ്ന്ന നിലവാരത്തിൽ നോക്കാവുന്നതാണ്. ഒപ്പം IT കമ്പനികളും ടെക് മഹീന്ദ്ര ഉൾപ്പെടെയുള്ള IT കമ്പനികൾ, TCS, മൈൻട്രി തുടങ്ങിയവയെല്ലാം ഇടിവിൽ അവസരമാക്കാം. അപ്പോൾ ഇപ്പോൾ പ്രോഫിറ്റ് ഒന്ന് ബുക്ക് ചെയ്ത് റെഡിയായിട്ട് നിൽക്കാം, പണവുമായി കാത്തിരിക്കാനുള്ള അവസരമായിട്ടാണ് തോന്നുന്നത്. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.